അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് അവരോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 18-ാം തീയതി രാത്രി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് ഈ മഹല്ലത്തുകൾക്കുള്ള ഖാദിസ്ഥാനം ഞാൻ ഏറ്റെടുക്കും. നമ്മൾ അന്നു മുതലേ ഈ ഒരു വിഷയവുമായി തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. തങ്ങളിപ്പോഴാണ് ഈ 1-2 ആഴ്ച മുൻപെയാണ് നമ്മൾക്കതിന് അനുവാദം തന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എല്ലാ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചു ചേർക്കുകയും അവരോട് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുകയും ആ ഒരു യോഗത്തിൽ വെച്ച് എല്ലാ ഭാരവാഹികളും അതിനെ അംഗീകരിക്കുകയും اللهم بارك في محلاتهم اللهم بارك في جماعتهم اللهم بارك في جميع ما يتعلق بنا وبهم بحق نبينا محمد صلى الله عليه وسلم. എൻ്റെ സമീപത്തുള്ള ഈ ആളുകൾ ബാംഗ്ലൂർ സംയുക്ത ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരും സാരഥികളുമാണ്. 11ഓളം മഹല്ലുകൾ പൂർണ്ണമായിട്ടും എന്നെ ഖാദിയായി കൊണ്ട് തൗലിയത്ത് ചെയ്യാൻ അംഗീകരിച്ചതാണ്. അപ്പോൾ ഏതായാലും എന്നോട് പല പ്രാവശ്യം ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഈ നിൽക്കുന്ന ഇവിടെ സന്നിധരാകുന്ന ആളുകളിൽ നിന്ന് പലരും വന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് അതിന് ആദ്യമായിട്ട് അതിന് അനുമതി നൽകിയിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ചൊരു ഖാദിസ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാം പുറമെ ദീനിയാവുന്ന എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അതിന് ഇസ്തിഖാറത്ത് ചെയ്ത് നമുക്ക് അത് അനുയോജ്യമായ അനുകൂലമായ ഒരു തീരുമാനം അതിൽ നിന്ന് ലഭിക്കപ്പെടണം. അതിനെല്ലാം പുറമെ മഹാന്മാരാകുന്ന നമ്മുടെ മശായിഖന്മാരോട് ബന്ധപ്പെട്ട് അവരിൽ നിന്നും ഒരു അനുകൂലമാവുന്ന പ്രതികൂലമല്ലാത്ത ഒരു പ്രതികരണം ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ഏറ്റെടുക്കാറ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർക്കാർ ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞു ഞാനതൊക്കെ അതിൻ്റെ മുഖവുരകളൊക്കെ ആദ്യമായി ചെയ്യട്ടെ, അതിൻ്റെ ശേഷം അത് ഏറ്റെടുക്കാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറച്ച് ദിവസങ്ങൾ എനിക്ക് അതിനു വേണ്ടി സമയം തരണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയം തന്ന ആ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ അതിന് മുഖവുരമായി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് എനിക്കത് ഏകദേശം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് അവരോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 18-ാം തീയതി രാത്രി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് ഈ മഹല്ലത്തുകൾക്കുള്ള ഖാദിസ്ഥാനം ഞാൻ ഏറ്റെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ലൽക്ക് നടത്തിക്കൊണ്ടുപോകാൻ എനിക്കും നല്ലൽക്ക് എന്നോട് സഹകരിക്കാൻ ഇതിനോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നെ തൗലിയത്ത് ചെയ്തുകൊണ്ട് എന്നെ ഖാദിയാക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനും അല്ലാഹു നൽകട്ടെ. മറ്റുള്ള മഹല്ലത്തുകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ മഹല്ലത്തുകളിലുള്ള എല്ലാ ദീനീ സ്ഥാപനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കട്ടെ. അതിനാവശ്യമാവുന്ന ആവശ്യമാവുന്ന എല്ലാ കാര്യങ്ങളിലും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു നൽകട്ടെ. ബാംഗ്ലൂരിലെ സംയുക്ത മഹല്ലുകളുടെ ഖാദിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നിയമിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിലെ സംയുക്ത മഹല്ലുകളുടെ ഭാരവാഹികൾ ഇന്ന് കോഴിക്കോട് സമസ്തയുടെ ഓഫീസിൽ എത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് അനുവാദം തേടി ഇരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്താണ് തങ്ങൾ ഇവർക്ക് നൽകിയ ഉറപ്പ്? എത്ര മഹല്ലുകൾ ബാംഗ്ലൂരിലുണ്ട്? അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ? നമുക്കറിയാവുന്നതുപോലെ സമസ്തയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ നടന്നു. ആ ബാംഗ്ലൂർ സമ്മേളനം വലിയ വിജയമായി. അതിനുശേഷം അവിടെ സമസ്തയുടെ പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നമുക്കിവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ലത്തീഫാജി ഉണ്ട്, അഷ്റഫ് കെ ഉണ്ട്, സിദ്ദീഖ് തങ്ങളുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരുപാട് ഭാരവാഹികൾ, മിസ്ബാഹി ഉൾപ്പെടെയുള്ള ആ മഹല്ലുകളുടെയൊക്കെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ബാംഗ്ലൂരിലെ ഈ മഹല്ലുകളുടെ ഖാദിയായി ജിഫ്രി തങ്ങളെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളിവിടെ എത്തിയത്? എന്താണ് തങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അൽഹംദുലില്ലാഹ്, ആദ്യമായി സർവ്വശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു.
വളരെ സന്തോഷത്തിലാണുള്ളത്. ഇങ്ങനൊരു അവസരത്തിൽ നമ്മുടെ ഈ കഴിഞ്ഞ ബാംഗ്ലൂരിലെ ഐതിഹാസികമായ സമ്മേളനം, ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് സമസ്തയുടെ എല്ലാ പ്രതിനിധികൾക്കും ഉള്ളൊരു ആഗ്രഹമായിരുന്നു ബാംഗ്ലൂരിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഖാദിയായി ലഭിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അത് ഇന്ന് പൂവണിഞ്ഞു. നമ്മൾ അന്നു മുതലേ ഈ ഒരു വിഷയവുമായി തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. തങ്ങളിപ്പോഴാണ് ഈ 1-2 ആഴ്ച മുൻപെയാണ് നമ്മൾക്കതിന് അനുവാദം തന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എല്ലാ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചു ചേർക്കുകയും അവരോട് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുകയും ആ ഒരു യോഗത്തിൽ വെച്ച് എല്ലാ ഭാരവാഹികളും അതിനെ അംഗീകരിക്കുകയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. നമ്മുടെ എല്ലാ മഹലുകളിൽ നിന്നുള്ള ഒരു സമ്മതം തങ്ങളെ നേരിട്ട് അറിയിക്കുക, അതുപോലെ ഈ ഖാദി ആരോഹണം ആ ഒരു സംഗമം അതിനൊരു ദിവസം കാണുക, ഒരു ഡേറ്റ് നിശ്ചയിക്കാൻ തങ്ങളെ വന്ന് കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിവിടെ ഇന്നെത്തിയത്. തങ്ങൾ അത് പ്രകാരം നമുക്ക് ഡേറ്റ് തന്നു. 18-ാം തീയതിയാണ് ഡേറ്റ്. അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തങ്ങൾ ആഗസ്റ്റ് 18 ഡേറ്റ് തന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല ഭംഗിയിൽ നിർവഹിക്കാനും കൊണ്ടുപോകാനും വേണ്ടി തങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി. എത്ര മഹല്ലുകളുടെ ഖാദി സ്ഥാനത്തേക്കാണ് തങ്ങൾ ഖാദിയായിട്ട് നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏകദേശം 11ഓളം മഹല്ലുകളുടെ ഖാദി സ്ഥാനമാണ് ഇപ്പോൾ നമ്മൾക്ക് വാക്കാലും അല്ലാതെയൊക്കെ ഉറപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ എല്ലാ മഹല്ലുകളും, ബാംഗ്ലൂരിലെ എല്ലാ മഹല്ലുകളും ഈ ഒരു തങ്ങളെ ബയ്യത്ത് ചെയ്തുകൊണ്ട് തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി വിജയത്തിലെത്തിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. അഷ്റഫ് ഖാനെ നമുക്ക് പരിചയമുണ്ട്. സമ്മേളന സമയത്തൊക്കെ നമ്മൾ പല തവണ അദ്ദേഹത്തിന് മുൻപിലേക്ക് നമ്മൾ മൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഷ്റഫ് ഖാൻ ആ സമ്മേളനത്തോട് കൂടിയിട്ടാണ് അവിടെ സംസ്ഥയ്ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. അത് ശരിക്കും ഇഫക്റ്റ് ചെയ്തു ആ സമ്മേളനം? തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് ഒരു ഐതിഹാസിക സമ്മേളനമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സമ്മേളനത്തിൽ നമുക്കെൻ്റെ ഭാരവാഹിത്വം വഹിക്കാനോ ഇതൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏത് പരിപാടി എവിടെ വെച്ചാലും വിജയിക്കും. നമ്മളതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അൽഹംദുലില്ലാഹ് നമ്മൾ വലിയൊരു ദൗത്യമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഏകദേശം 11ഓളം മഹലിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ಇನ್ನೂರು 3ഓളം മഹലുകളുണ്ട്. അത് തങ്ങൾ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് അതും അടുത്ത് തന്നെ അതിൽ ഭാഗമാവും. ഇൻഷാ അല്ലാഹ് തങ്ങളെ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. 18-ാം തീയതി തങ്ങൾ ഒരു ഡേറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊരു ഐതിഹാസിക ഒരു പരിപാടിയാക്കി ഞങ്ങൾ മാറ്റും ഇൻഷാ അല്ലാഹ്. ഈ ബാംഗ്ലൂരിലെ മഹല്ലത്തുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവിടെ നിലവിൽ പോകുന്നത്? ഇവിടുത്തെ പോലെ തൊട്ടടുത്ത പള്ളികളുള്ള ഒരു സ്ഥലമായിരിക്കൊള്ളണമെന്നില്ല ഒരുപക്ഷെ ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യവും മതപരമായ അന്തരീക്ഷവും അതൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്? നമുക്ക് സംസ്ഥയിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവുകളുണ്ട്. അത് ഒരു മദ്രസ സംവിധാനം ആയിക്കോട്ടെ, മറ്റു ഇസ്ലാമിക രീതി ആയിക്കോട്ടെ, ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്കറിയാം ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അവിടെയുള്ള നമ്മൾ ഇവിടുന്ന് പോയവരും അവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാമിക അന്തരീക്ഷം സൃഷ്ടിക്കുക, മഹല്ലുകളിൽ അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മദ്രസ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. ഈ പറഞ്ഞ മഹല്ലുകൾക്ക് പുറമെ ഇതിൻ്റെ ഒരു 4-5 മദ്രസ സംവിധാനമുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ സംസ്ഥയുടെ അണ്ടറിൽ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐതിഹാസിക സമ്മേളനം, ചരിത്രപരമായ സമ്മേളനം, അത് കർണാടക ഗവൺമെൻറ് നോക്കിക്കാണുകയും കർണാടകയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ അപ്രീസിയേഷനൊക്കെ കിട്ടിയ ഒരു മഹത്തായ സമ്മേളനമായിരുന്നു പാലസ് ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ടും ഇത്തരത്തിലുള്ള ഈ ഓഗസ്റ്റ് 18-ന് ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഐതിഹാസികമായ ഖാദി ഏറ്റെടുക്കുന്നതിന് ശേഷം അത് ഒന്നും കൂടിയും അതൊരു വലിയ മാറ്റു കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ തിലക് നഗർ മഹൽ അവിടെ എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? പള്ളിയും മദ്രസ സംവിധാനമൊക്കെ ഉണ്ടോ? പള്ളി മദ്രസ എല്ലാം ഉണ്ട്. കുറേ കാലമായി നമ്മൾ 43 കൊല്ലത്തുനിന്ന് പള്ളിയുള്ളതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പള്ളി അതേമാതിരി നടന്നു വരുന്നുണ്ട്. മദ്രസ സംവിധാനം എല്ലാം ഫസ്റ്റ് ക്ലാസ്സായി നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനൻ്റെ പിന്നെ നമ്മളെ നേതാക്കളെ അനുഗ്രഹത്താലും നമുക്കൊരു കുറവും വരാതെ നല്ല നടക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ അതുപോലെ തന്നെ ഈ സമസ്തയുടെ ആ ഒരു സമ്മേളനത്തിന് ശേഷം വലിയ ഇഫ്താർ അവിടെ നടന്നു. ഇനിയിപ്പോൾ ഈ 18-ാം തീയതി നടക്കുന്ന സമ്മേളനം, ഈ ഖാദി ആരോഹണം, അതെങ്ങനെയായിരിക്കും? തീർച്ചയായും നമ്മുടെ സമസ്ത സമ്മേളനം നടന്നത് വലിയ ഒരു വിജയമായിട്ട് തന്നെയാണ്.
ഏത് പരിപാടിയും സംസ്ഥയുടെ ബാംഗ്ലൂർ വെച്ച് കഴിഞ്ഞാൽ അത് ബാംഗ്ലൂരുള്ള മലയാളി സംസ്ഥയുടെ മക്കൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയും എല്ലാത്തിനും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സംസ്ഥയുടെ പ്രസിഡൻറ്റ് നമുക്ക് കാലിയായി ബാംഗ്ലൂർ വരിക എന്നുള്ളത് അവിടെയുള്ള ആൾക്കാർക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം ഇനി വേറെയില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയും അതിഗംഭീരമായിട്ട് തന്നെ ബാംഗ്ലൂർ നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് അവിടുത്തെ ഈ പ്രവർത്തനവും അതോടൊപ്പം തന്നെ 11 മഹല്ലുകൾ എന്നാണ് പറഞ്ഞത്. ഈ 11 മഹല്ലുകളുടെ ഒരു പൊതു ചിത്രം എന്താണ്? അൽഹംദുലില്ലാ, ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നമുക്ക് ഡേറ്റ് തന്നതിൽ തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സയ്യിദുൽ ഉലമയെ ബാംഗ്ലൂരിലേക്ക് ഒരു കാളിയായി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കണക്കൂട്ടണം. ലത്തീഫാജിക്ക പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞപ്പം തന്നെ നമ്മളവിടുത്തെ എല്ലാ മഹല്ലത്തിൽ ഭാരവാഹികളെയും അതിൻ്റെ ഔദ്യോഗിക ഇതിലുള്ള ഭാരവാഹികളെ വിളിച്ച് മാഷാ അല്ലാ 13ഓളം മഹല്ല് അന്ന് യോഗത്തിന് വരികയും അങ്ങനെ അതിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ ഐക്യകണ്ഠേന ബാംഗ്ലൂർ സംയുക്ത മഹല്ല് ജമാഅത്തിൻ്റെ കാളിയായി നമ്മൾ ആ യോഗത്തിൽ തീരുമാനിക്കുകയും അത് ഞങ്ങൾ തങ്ങളോട് അറിയിക്കുകയും അത് അറിയിക്കാനും അതുപോലെ തന്നെ ഡേറ്റിനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മദ്രസ സംവിധാനം നോക്കുകയാണെങ്കിൽ 10-34 മദ്രസ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാരവാഹികളൊക്കെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഭാരവാഹികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ സമസ്തയുടെ അതേ സംവിധാനത്തിൽ തന്നെ നടന്നു പോകുന്ന മലയാളികൾക്ക് കേരളം പോലെ തന്നെ ഒരു മാതൃകയാവുന്ന ഒരു വലിയൊരു സിറ്റിയാണ് ബാംഗ്ലൂർ. കേരളത്തിലെ പോലെ തന്നെ ഒരു മഹല്ലിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയോടനുബന്ധിച്ചിട്ടാണ് മദ്രസ ഉണ്ടാകുക. അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ മലയാളി പള്ളിയുണ്ട്, അതിനോടനുബന്ധിച്ച് അവിടെ മദ്രസയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുള്ള കുറച്ച് ആളുകളാണ്, പരിചയമില്ലാത്ത മഹല്ലിൻ്റെ കുറച്ച് ആളുകൾ കൂടിയാണ്. ലത്തീഫാജിക്ക് അതൊന്ന് പരിചയപ്പെടുത്തി തരണം. ബാംഗ്ലൂരിലെ വിവിധ മഹല്ലുകളുടെ പ്രതിനിധികളുടെ കൂടെ ബാംഗ്ലൂരിലെ സമസ്തയുടെ കീഴ്ഘടകങ്ങളായ SOSൻ്റെ പ്രസിഡൻറ്റ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതേപോലെ SKSFൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് ഉണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഫൈസി ഉണ്ട്. എൻ്റെ പേര് അബ്ദുസ്സമദ് മാണിയൂർ. ബാംഗ്ലൂരിലെ ബൊമ്മനഹള്ളി എന്ന മഹലിനെ പ്രതിനിധിച്ചാണ് ഞാൻ വന്നത്. 1998 മുതൽ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബൊമ്മനഹള്ളി മലബാർ മുസ്ലിം അസോസിയേഷൻ. അതിൻ്റെ കീഴിൽ ഏകദേശം 100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമസ്തയുടെ മദ്രസ 98 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയ പള്ളി, സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹല്ലാണ് ബൊമ്മനഹള്ളിയുടെ മഹല്ല്. ആ മഹല്ല് നിവാസികൾ സയ്യിദുൽ ഉലമ ഖാദിയായി വരുന്നതിന് വളരെയധികം സന്തോഷത്തോടെയാണ് കാണുന്നത്. ഇൻഷാ അല്ലാഹ് സന്തോഷം പങ്കിടാനും അതിവിടെ തങ്ങളെ ബോധിപ്പിക്കാനുമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നത്. ഇൻഷാ അല്ലാഹ്. എൻ്റെ പേര് സുഹൈൽ ഫൈസിയാണ്. ബാംഗ്ലൂർ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറിയാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു യാത്രയാണ്. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. ഇൻഷാ അല്ലാഹ് 18-ാം തീയതി ഓഗസ്റ്റ് 18-ന് തങ്ങൾ ഖാദി ബൈഅത്തിൻ്റെ പരിപാടി നടക്കുമ്പോൾ എല്ലാവരും സജീവമായി അതിനെ പ്രവർത്തിക്കുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇതിലൂടെ അറിയിക്കുകയാണ്. ആസാദ് നഗർ മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയാണ്. അവിടെ ഇന്ന് സമസ്തയുടെ പ്രകാരമുള്ള വിദ്യാഭ്യാസമാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. എന്തായാലും നമുക്ക് തങ്ങളെ ഈ വരുന്ന 18-ാം തീയതി ഖാദിയായിട്ട് സ്ഥാനാരോഹണം നടത്തുന്ന ആ സന്ദർഭത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് ഫാറൂഖ്, SKSFൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. മാഷാ അല്ലാഹ്, ഞങ്ങൾക്ക് തങ്ങൾ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് ബാംഗ്ലൂരിൻ്റെ ഖാദിയായി വരുന്നതിൽ വലിയൊരു സന്തോഷമാണ്. ഞങ്ങളുടെ സംഘടനാ രംഗത്തും വലിയ ഊർജിതമാകും തങ്ങൾ ഖാദിയായി ബൈഅത്ത് ചെയ്തതിന് ശേഷം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സക്കരിയ. ബാംഗ്ലൂരിലെ IT ഹബ്ബായ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഞങ്ങളുടെ മസ്ജിദ് കിടക്കുന്നത്. മസ്ജിദ് സ്വാലി എന്നാണ് അതിൻ്റെ പേര്. മാഷാ അല്ലാഹ്, വളരെയധികം സന്തോഷമുണ്ട്. തങ്ങൾ ഉസ്താദ് അവരുകളെ നമുക്ക് ബാംഗ്ലൂരിൽ ഖാദിയായി കിട്ടുക എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ.
ഇത്രയും എനിക്ക് പറയാനുള്ളതിന്. ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒരു മേജർ IT സിറ്റി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പ്രവർത്തനത്തിലൊക്കെ കൂടുതൽ കേരളത്തിലൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളായിട്ടാണ്, ഉദ്യോഗസ്ഥരാണെങ്കിലും IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മാറ്റം പള്ളിയിലും അല്ലെങ്കിൽ ഒരു നേതൃത്വപരമായ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 500 രൂപ പോലും എടുക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളവിടെ പള്ളിയുടെ ആ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. മാഷാ അല്ലാഹ് ഇന്ന് അത് കോടികളുടെ ഒരു ആസ്തിയായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവിടുത്തെ ഈ പറയുന്ന വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾ തന്നെയാണ് അവിടെ കൂടുതലും. നമ്മുടെ ഈ മഹലിൽ ഉള്ള കൂടുതൽ ആൾക്കാരും അത് തന്നെയാണ്. അപ്പോൾ മദ്രസയും നല്ല ഭംഗിയായ രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വരുന്ന ആഗസ്റ്റ് 18-ാം തീയതി ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ ഒരു ബൈഅത്ത് സംഗമം അത് ചരിത്ര സംഭവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഇവർ കോഴിക്കോട് നിന്നും യാത്രയാകുന്ന ആ ഒരു ആത്മവിശ്വാസമാണ് ഇവർക്ക് കൈവന്നിട്ടുള്ളത്. ഒപ്പം ജിഫ്രി തങ്ങൾ എന്ന സമസ്തയുടെ അധ്യക്ഷനെ ബാംഗ്ലൂരിൻ്റെ കാലിയായി കിട്ടിയതിൻ്റെ സൗഭാഗ്യം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ ആ 18-ന് നടക്കുന്ന ചടങ്ങുകളിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്.